ഹായ് ഹലോ, ചന്ദ്രികയിൽ അലീന ചന്ദ്രകാന്തത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ ഒടുവിൽ അരുന്ധതിയും മോഹിനിയും പിന്നെ നമ്മുടെ ലക്ഷ്മിയും കൂടി ചേർന്നിട്ട് നന്ദയെ തകർക്കാനായിട്ടൊരു പദ്ധതി ഒരുക്കി. അപ്പോൾ ഈ പദ്ധതിയിൽ നന്ദയെ വീഴ്ത്തണം, മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്തണം, എന്നേക്കുമായിട്ട് ഗൗതം നന്ദയെ വെറുക്കണം, ഇതായിരുന്നു അവരുടെ പദ്ധതി. പക്ഷെ അവസാനം ഇതിൽ നിന്നും പണി കിട്ടിയത് പിങ്കിക്കായിരുന്നു. എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങൾ നന്ദയുടെയും ഗൗതമിൻ്റെയും ജീവിതത്തിൽ നടന്നു കഴിഞ്ഞു. ഒരുപാട് പ്രതീക്ഷകളായിരുന്നു നന്ദയ്ക്ക്. ഗൗതം പിങ്കി ഇങ്ങനെ സ്നേഹിക്കും, അല്ലെങ്കിൽ അവരുടെ ഈ ഒരു വെഡിങ് ആനിവേഴ്സറി നടക്കും എന്നൊന്നും നന്ദ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കുമല്ലോ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു വെഡിങ് ഡേയിലും പിങ്കിയെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ഗൗതം ശ്രമിച്ചു. അതെല്ലാം നന്ദയെ എരിവേറ്റാനായിട്ട് ഗൗതം ചെയ്തതെങ്കിൽ പോലും അതെല്ലാം നന്ദയുടെ മനസ്സിൽ ഒരു നെഗറ്റീവായിരുന്നു നന്ദയുടെ മനസ്സിൽ തോന്നിച്ചത്. ശേഷമാണ് അരുന്ധതിയും ലക്ഷ്മിയും മോഹിനിയും കൂടി ചേർന്നിട്ട് ഒരു പദ്ധതി ഒരുക്കിയത് നന്ദയെ കുരുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നേരെ പ്ലാനെല്ലാം അരുന്ധതി പറഞ്ഞു കൊടുത്തു. മോഹിനി അത് കേട്ടിട്ട് അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. നേരെ മഹേശ്വരനും പിന്നെ നമ്മുടെ മോഹിനിയുടെ ഭർത്താവിനും വേണ്ടിയിട്ടുള്ള ജഗന്നാഥനും വേണ്ടിയിട്ടുള്ള കുറച്ച് ടച്ചിങ്സ് ആയിട്ട് നാരങ്ങയും അവരുടെ അടുത്തേക്ക് കൊണ്ടെത്തി. എന്നിട്ട് ഈ ടച്ചിങ്സ് അവർക്ക് കൊടുക്കുകയും, അപ്പോൾ സാധാരണ ഇങ്ങനെ കള്ളു കുടിക്കുന്നതിൽ പ്രോത്സാഹിപ്പിക്കാത്ത ആളാണ് മോഹിനി. അങ്ങനെയുള്ളപ്പോൾ മോഹിനി ഇങ്ങനെ കൊണ്ട് തരണമെങ്കിൽ എന്തെങ്കിലും ദുരുദ്ദേശം ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഒരു ദുരുദ്ദേശവും ഇല്ല. നിങ്ങൾ എന്തായാലും പുറകിലോട്ട് വരുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഇന്നത്തെ ഒരു നല്ല ദിവസമല്ലേ, അതുകൊണ്ട് ഞാനായിട്ട് ഒന്നിനും എതിരെ നിൽക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. അങ്ങനെ സ്നേഹത്തോടു കൂടി അവരത് വാങ്ങിച്ച് കഴിക്കുകയാണ്. അപ്പോൾ അവർ കാണാതെ തന്നെ പുറത്തിരുന്ന ബോട്ടിൽ നിന്നും വേറെ മോഹിനി കുറച്ച് ജ്യൂസ് കൊണ്ടുവന്നു. ജ്യൂസ് കൊണ്ടുവന്നിട്ട് അവർ കാണാതെ ആ പുറത്തിരുന്ന കള്ളിൻ്റെ ആ ബോട്ടിലിൽ നിന്നും കുറച്ച് മദ്യമെടുത്ത് ഈ ജ്യൂസിൻ്റെ കൂടെ ഒഴിച്ച് കലർത്തി. എന്നിട്ട് അത് കനകമ്മയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം മോഹിനി പറഞ്ഞു, ഇത് നന്ദയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുരുക്കാണെന്നും ഇത് എത്രയും പെട്ടെന്ന് നന്ദയുടെ കയ്യിൽ തന്നെ എത്തിക്കണം, പിങ്കിയുടെ കയ്യിൽ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടാണ് കനകമ്മയോട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് പറഞ്ഞു വിട്ടത്. കനകമ്മ നേരെ ഈ ഗ്ലാസും കൊണ്ട് നേരെ എല്ലാവർക്കും ജ്യൂസ് കൊടുത്തതിൻ്റെ പിന്നാലെ നന്ദയ്ക്ക് കൊണ്ട് ജ്യൂസ് കൊടുത്തു. പക്ഷെ തനിക്ക് വേണ്ട എന്ന് നന്ദ പറഞ്ഞു. വീണ്ടും കനകമ്മ നിർബന്ധിച്ചെങ്കിലും എനിക്ക് വേണ്ട എന്ന് തന്നെ നന്ദ തീർത്തു പറഞ്ഞു. ഈ സമയത്ത് പിങ്കി പറയുവാണ്, എനിക്ക് ഭയങ്കര ദാഹമുണ്ട്. പിങ്കി നന്ദയും അവിടെ നിൽക്കുന്ന സമയത്തായിരുന്നു കനകമ്മ ജ്യൂസും കൊണ്ട് വന്നത്. അപ്പോൾ തനിക്ക് നല്ല ദാഹമുണ്ടെന്നും അതുകൊണ്ട് എടുക്കുക, ഞാൻ കുടിച്ചോളാം എന്ന് പറഞ്ഞ് പിങ്കി ആ ഒരു ജ്യൂസ് എടുത്ത് അത്രയും കുടിച്ചു കഴിഞ്ഞതിന് ശേഷം അപ്പോൾ മോഹിനിയും അരുന്ധതിയും ലക്ഷ്മിയൊക്കെ ഇത് കാണുന്നുണ്ട്. അവർ അയ്യോ ഇനി എന്ത് ചെയ്യും, പിങ്കി അത് കുടിച്ചു കളഞ്ഞല്ലോ, ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് അവർ ഭയങ്കര ടെൻഷനിലായിരുന്നു. ഇതിന് പിന്നാലെ ഗൗതം വിളിക്കുവാണ്. പവിത്ര വന്ന് പറഞ്ഞു, ഗൗതമേട്ടൻ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് പിങ്കിയെ വിളിച്ചുകൊണ്ട് പോയി. പിങ്കിക്ക് ആ സമയത്ത് തന്നെ ലെക്ക് കേട്ട് ഒരു സമതല തെറ്റിയ നിലയിലായിരുന്നു. നേരെ ഗൗതമിൻ്റെ അടുത്ത് ചെന്നതിന് ശേഷം പിന്നെ മദ്യം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫിറ്റ് ആവുമ്പോൾ എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ അവസാനം തൻ്റെ സുപ്പീരിയർ ഓഫീസറിൻ്റെ മുന്നിൽ ഗൗതമിന് നാണം കെട്ട് നിൽക്കേണ്ട അവസ്ഥയായിരുന്നു. ഗൗതമിൻ്റെയും പിങ്കിയുടെ ജീവിതത്തെക്കുറിച്ച് എല്ലാവരുടെ മുന്നിൽ പിങ്കി വിളിച്ചു പറഞ്ഞു. അതെല്ലാം കേട്ട് വന്ന് നന്ദയ്ക്കും ഭയങ്കര ഒരു സങ്കടം തോന്നി. അത് പ്രത്യേകിച്ച് സങ്കടം തോന്നാൻ കാരണം നന്ദ ഇതൊന്നും അറിഞ്ഞില്ല. നന്ദുവിനൊപ്പം പുറത്ത് നിൽക്കുമ്പോഴായിരുന്നു ഈ കലാപരിപാടികൾ ഇന്ത്യവരത്തിൽ നടന്നത്. ശേഷം പിന്നെ നന്ദ തിരിച്ചു വന്നപ്പോൾ ഗൗതമിൻ്റെ ദേഹത്തേക്ക് ചാഞ്ഞു കിടക്കുന്ന പിങ്കിയാണ് നന്ദ കണ്ടത്. ഇതോടുകൂടി നന്ദയ്ക്ക് സങ്കടം തോന്നി. നന്ദ നേരെ ഗൗരിയും കൊണ്ട്, ശരി നന്ദൂട്ടാ ഞാൻ പോകുവാണ്, ഇത്രയും നേരം ആയില്ലേ എന്ന് പറഞ്ഞ് യാത്രയൊക്കെ ചോദിച്ചിട്ട് ഗൗരിയും കൊണ്ട് പോയി. പോകുന്ന സമയത്ത് നന്ദയ്ക്ക് നല്ല ടെൻഷനും സങ്കടവും ഉണ്ടായിരുന്നു. എന്നാൽ ഗൗതം പിങ്കിയെ കൊണ്ട് കിടത്തി. പിറ്റേ ദിവസം രാവിലെ തന്നെ പിങ്കി ഉറക്കം തന്നെ തൻ്റെ കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങളൊക്കെ പിങ്കിക്ക് ഓർമ്മ വന്നു. ഗൗതമിനോട് ക്ഷമ ചോദിക്കുമ്പോഴും ഗൗതം കുഴപ്പമില്ല പിങ്കി, നീ പേടിക്കേണ്ട ആവശ്യമില്ല, എന്തായാലും അറിയാതെ ചെയ്തതല്ലേ എന്ന് പറഞ്ഞ് ഗൗതം അത് ക്ഷമിച്ചു വിട്ടു. ഇന്ത്യവരത്തിലുള്ള മറ്റുള്ളവരുടെ ഈ കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് അവർ ആദ്യം സത്യം പറഞ്ഞില്ലെങ്കിലും കുറച്ചൊന്ന് വിരട്ടിയപ്പോൾ അവർ സത്യങ്ങൾ പറഞ്ഞു. അങ്ങനെ നന്ദയുടെ അടുത്തേക്ക് നന്ദുവിനെ കൊണ്ടാക്കാനായിട്ട് വന്ന സമയത്ത് ഗൗതം നന്ദയെ കാണുകയും എന്നിട്ട് നന്ദയോട് സംസാരിക്കുകയും
ഇന്നലെ നടന്ന സംഭവങ്ങൾ എന്താണ് അവിടെ നടന്നത്, അരുന്ധതിയാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ള കാര്യങ്ങളൊക്കെ ഗൗതം നന്ദയോട് വിശദീകരിച്ചു. എന്നിട്ട് നന്ദയോട് ക്ഷമ പറയുമ്പോഴും നന്ദ അതൊന്നും കേൾക്കാനായിട്ട് തയ്യാറായില്ല. ഞാൻ എന്തായാലും അവിടെ വന്നപ്പോൾ നിങ്ങളെല്ലാവരും കൂടി എനിക്ക് നല്ല സ്വീകരണം തന്നു എന്നുള്ള രീതിയിൽ നന്ദ ഗൗതമിനെ ഒരുപാട് കുറ്റപ്പെടുത്തി. എന്നാൽ ആ ഒരു കുറ്റപ്പെടുത്തലുകളൊക്കെ കേട്ടപ്പോഴും പിങ്കിയെയും ഗൗതമിനെയും കുറിച്ച് രീതിയിലായിരുന്നു, അവരെ കുറ്റപ്പെടുത്തുന്ന രീതിയിലായിരുന്നു നന്ദയുടെ സംസാരം. ഇത് കേട്ടപ്പോൾ എനിക്കും കുറച്ച് സത്യങ്ങൾ അറിയാനുണ്ട്, അതും എനിക്ക് അറിയണമെന്ന് നന്ദ ഗൗതം ആവശ്യപ്പെട്ടു. പ്രത്യേകിച്ച് നിർമ്മലിനെ കുറിച്ചായിരുന്നു. എന്നാൽ ആ സത്യങ്ങൾ പറയാനായിട്ട് നന്ദ തയ്യാറായില്ല എന്ന് മാത്രമല്ല, സമയം വരുമ്പോൾ അങ്ങനെ ഒരു സമയമായി എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ, എൻ്റെ മനസാക്ഷിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പറയുമെന്നാണ് നന്ദയുടെ ആ ഒരു തീരുമാനം. ഇനി ഇതൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ബൈ.